ശരി, ഞാൻ ഒന്ന് തിരിഞ്ഞു നിൽക്കട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? ശരി, ഇത് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് ഈ കാഴ്ച ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായുള്ള ഒരു സംസാരം കഴിഞ്ഞതേയുള്ളൂ. അവർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വ്യക്തമായി കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണേ. എല്ലാവർക്കും നമസ്കാരം. അതെ, നിങ്ങൾക്ക് കേൾക്കാം എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ഇവിടെ വന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നിലവിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന മനോഹരമായ ഈ കാഴ്ച നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ തത്സമയം വന്നിരിക്കുന്നത്. ഇത് വളരെ മനോഹരമാണ്, എനിക്ക് ഇത് നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി. അതിനോടൊപ്പം നിങ്ങൾക്ക് ഒരു സന്ദേശം കൂടി നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു ലക്ഷ്യമുണ്ടാകണം. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് എനിക്ക് വളരെയധികം വളർച്ചയുണ്ടാകുന്ന ഒരു സമയമാണ്. നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കാനുള്ള ഒരു സമയം. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും വലിയ പ്രാധാന്യമുള്ളതാണ്. അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എനിക്കും എന്റെ കുടുംബത്തിനും നമുക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും ഒരുപോലെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് അർത്ഥവത്തായ കാര്യങ്ങൾ മാത്രം നമുക്ക് തുടർന്നും ചെയ്യാം. കൂടാതെ നിങ്ങൾ സ്വയം എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, എന്തിനാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നതെന്ന്? നമ്മൾ എന്തിനാണ് ഒരു കാര്യം ചെയ്യുന്നതെന്ന് കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് മൂല്യമുണ്ടാകൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എത്ര വയസ്സുള്ളവരായാലും എന്നെങ്കിലും ഇങ്ങനെയൊന്ന് സ്വയം ചോദിച്ചിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ, ഞാൻ എന്തിനാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് ഇതിനു മുമ്പ് ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടില്ല. ശരിക്കും ആലോചിച്ചാൽ അതൊരു തമാശയായി തോന്നും. നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അത് അങ്ങ് ചെയ്യുന്നു. ഒരുപക്ഷേ മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാകാം നമ്മൾ പലതും ചെയ്യുന്നത്. അതല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും അർത്ഥമുള്ളതുകൊണ്ട് ചെയ്യുന്നത്. നമ്മുടെ സഹോദരൻ ആഷ് മുഫാരെ ചെയ്യുന്നത് അർത്ഥവത്തായ കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. ലോകമെമ്പാടുമുള്ള നമ്മുടെ സഹോദരീ സഹോദരന്മാർക്കും സുഹൃത്ത് ആഷ് മുഫാരയ്ക്കും ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾ എന്തിനാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. അത് ശരിക്കും വിലപ്പെട്ടതാണോ? അതാണ് എനിക്ക് നൽകാനുള്ള സന്ദേശം. നമ്മൾ ഒരുമിച്ച് സമയം ചിലവഴിച്ചതേയുള്ളൂ എങ്കിലും ജീവിതത്തിലെ ഓരോ നിമിഷവും ഞാൻ ആസ്വദിക്കുന്നുണ്ടെന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ നിങ്ങളും സന്തോഷമായിരിക്കണം. നിങ്ങളെല്ലാവരും സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കണം. നമ്മുടെ ഏറ്റവും മികച്ച രൂപത്തിലേക്ക് നമ്മൾ മാറണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നുണ്ടോ, അത് നമുക്കും നമ്മുടെ കുടുംബത്തിനും മൂല്യമുള്ളതാണോ എന്ന് തിരിച്ചറിയുന്നതിലൂടെ മാത്രമേ നമുക്ക് മികച്ചവരാകാൻ സാധിക്കൂ. മൂല്യം എന്നാൽ അത് പണം മാത്രമാണെന്ന് കരുതരുത്. മൂല്യം എന്നത് എന്തുമാകാം, അതൊരാളുടെ ജീവിതം മാറ്റുന്നതാകാം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഒരു സഹായമാകാം. ഇന്നലെ ഞാൻ 4 മണിക്കൂർ യാത്ര ചെയ്ത് അന്തരിച്ച എന്റെ ഒരു സുഹൃത്തിന്റെ സ്മരണാർത്ഥം നടന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ പോയിരുന്നു. അവിടെ വെച്ച് എന്റെ മറ്റൊരു സുഹൃത്ത് പറഞ്ഞ ഒരു കാര്യം എന്റെ ഉള്ളിൽ തട്ടി. അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയാണ്: നമ്മൾ എല്ലാവരും തമ്മിൽ ഒന്ന് കാണാൻ ഒരാൾ മരിക്കേണ്ടി വരണോ? അത് എന്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു. നമുക്ക് പ്രിയപ്പെട്ടവരിലേക്ക് നമ്മൾ എത്രയും വേഗം എത്തണം. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ആരാണ്? അവർക്കായി സമയം കണ്ടെത്തണം എന്നൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളിലേക്ക് ആ സന്ദേശം എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞാൻ ഇപ്പോൾ ഒരു പാലത്തിന് മുകളിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാം. എന്റെ മുൻപിലും പിന്നിലും മനോഹരമായ കാഴ്ചകളാണ്. അബദ്ധത്തിൽ ഒന്നും പാലത്തിന് താഴെ വീഴാതെ നോക്കട്ടെ. ഞാൻ പാലത്തിന് മുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ലോകത്തിന്റെ മറുഭാഗത്തുള്ളവർക്ക് നല്ലൊരു സായാഹ്നവും സുഖനിദ്രയും നേരുന്നു. എല്ലാവരെയും സ്നേഹിക്കുന്നു. സുഖമായിരിക്കുക.